ഇന്ന് നമുക്ക് ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ല തണുത്ത പോപ്സിക്കിൾസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ തണ്ണിമത്തനും മാമ്പഴം ഓറഞ്ചൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തണ്ണിമത്തൻ ആദ്യം 1 കപ്പ്, അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അപ്പോൾ ഞാൻ എടുക്കുന്നത് 1 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേനാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തണ്ണിമത്തൻ ഓൾറെഡി നല്ല മധുരമുള്ള തണ്ണിമത്തനാണ്, അപ്പോൾ അതുകൊണ്ട് തേനിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ 2 കളർ കിട്ടാനായിട്ട് 2 ഷെയ്ഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു റെഡ് ഷെയ്ഡിന് വേണ്ടി തണ്ണിമത്തൻ പകുതി ഒഴിച്ചിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. ഫ്രീസറിൽ ഫുള്ളായിട്ട് ഫ്രീസ് ആക്കരുത്, 1 മണിക്കൂറൊക്കെ ഒന്ന് വെച്ചാൽ മതിയാവും. അപ്പോൾ തണ്ണിമത്തൻ ഏതാണ്ടൊക്കെ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ ആ സമയത്ത് നമുക്കതിലേക്ക് അത് ഫ്രീസറിന് എടുക്കാനായിട്ട് തൊട്ട് മുന്നേ തന്നെ ഓറഞ്ച്, ഒരു വലിയ സൈസ്, ഇത് സിട്രസ് ഓറഞ്ചാണ് കേട്ടോ. അത് നമുക്ക് കുരു ഇതുപോലെ മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുരു ഈസി ആയിട്ട് കളയാം. എന്നിട്ട് അതിൻ്റെ മെഷീനുകൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസർ, അങ്ങനെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാം. ഞാൻ ഇപ്പോൾ വെറുതെ ഇങ്ങനെ കൈ കൊണ്ട് പിഴിഞ്ഞാലും അതിൽ നിന്ന് ജ്യൂസ് കിട്ടും. അപ്പോൾ ഒരു ഓറഞ്ച് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ഇപ്പോൾ സിന്ദൂരം മാമ്പഴം, നല്ല മധുരമുള്ള നല്ല കളറുള്ള ഒരു മാമ്പഴമാണ്, അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാരയാണ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം മാമ്പഴം ആയതുകൊണ്ട് കുറച്ച് പുളി നിൽക്കും. അപ്പോൾ എന്തായാലും പഞ്ചസാര ഒരു 4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓറഞ്ച് ജ്യൂസും കൂടി ഒഴിക്കുമ്പോഴാണ് നമുക്ക് അതിലൊരു ഇത്തിരിയും കൂടി ഒരു ലൂസായിട്ട് വരിക, അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഇത്തിരി ആ ഓറഞ്ച് ജ്യൂസും കൂടി ഒഴിച്ചപ്പോൾ അപ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടും. ഇത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ തണ്ണിമത്തൻ കുറച്ച് ഫ്രോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, ഒന്ന് കട്ടി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിക്ക് വെക്കുക. എന്നിട്ട് സാധാരണ പോലെ നന്നായിട്ട് ഫ്രീസ് ആക്കിയിട്ട് എടുക്കുക, കട്ടിയാവുന്ന വരെ. കഴിഞ്ഞാൽ ഡിമോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല അടിപൊളി ഒരു ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു പോപ്സിക്കിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുകൊണ്ട് ഇങ്ങനെ പല ഫ്രൂട്ട്സും ഇതുപോലെ നമുക്ക് പല ഷെയ്ഡിലും ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.